ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് വന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു യൂട്യൂബ് ജേണീനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയോ, വാച്ചിങ് അവർ കംപ്ലീറ്റ് ആയോ, എനിക്ക് ചാനലിൽ നിന്ന് പൈസ കിട്ടി തുടങ്ങിയോ, എനിക്ക് എത്ര രൂപ വരുമാനം കിട്ടുന്നുണ്ട്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഞാൻ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്നും കൂടെ പറഞ്ഞുതരാം കേട്ടോ. നമ്മളെ കൊറോണയുടെ സമയത്ത് ഒരു പണിയില്ലാതെ വെറുതെ ചൊറിയും കുട്ടി വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയായിരുന്നു. അപ്പോൾ അവിടെ എൻ്റെ മാമൻ്റെ മോന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ഇങ്ങനെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എല്ലാവർക്കും ചാനലുണ്ട്, നമ്മൾ യൂട്യൂബ് നോക്കുമ്പോൾ ഭയങ്കര രസമായിട്ട്. അപ്പോൾ ഇതെന്താണ് എങ്ങനെയാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവനോട് പറഞ്ഞു, ഞാൻ തുടങ്ങി തരാം ചേച്ചിയെ യൂട്യൂബ് ചാനൽ, എനിക്കറിയാം യൂട്യൂബ് ചാനൽ തുടങ്ങാം, എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട ചാനൽ തുടങ്ങിക്കോന്ന് പറഞ്ഞു. അവൻ എന്തൊക്കെയൊക്കെയോ ചെയ്ത് എനിക്കറിയാൻ പോലുമില്ല ഇപ്പോഴും എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ള കാര്യം. അവനാണ് എനിക്ക് ഫുള്ള് കാര്യങ്ങളും എല്ലാതും സെറ്റ് ചെയ്ത് തന്ന്. അപ്പോൾ തന്നെ ഞാനൊരു നെയിൽ പോളിഷിൻ്റെ ഡിസൈനായിട്ടുള്ള ഒരു വീഡിയോ എൻ്റെ മാമൻ്റെ മോളുടെ കൈയൊക്കെ എടുത്ത് പിടിച്ച് എന്തൊക്കെയോ ഒരു വീഡിയോ ആയിട്ട് അപ്പം തന്നെ അപ്ലോഡ് ചെയ്യുകയും കൂടെ ചെയ്തു. ഭയങ്കര സന്തോഷമായിരുന്നു. ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് എന്താ പറയുക വ്യൂസാവും അങ്ങനത്തെയൊക്കെ ചിന്തയായിരുന്നു. അല്ലാതെ ഇതെങ്ങനെ അപ്ലോഡ് ചെയ്യണം, എന്തൊക്കെ ഇതിൽ ആഡ് ചെയ്യണം, ടാഗ് ആഡ് ചെയ്യാനറിയില്ല, തംബ്നെയിൽ എങ്ങനെയാണ് ചെയ്യാനറിയില്ല, വീഡിയോ പോലും എഡിറ്റ് ചെയ്യാനറിയില്ല, അതേപോലെ തന്നെ നമ്മൾ ഹാഷ്ടാഗ് അടിക്കാനറിയില്ല. അങ്ങോട്ട് ഒന്നും അറിയാണ്ട് എടുത്ത് ചാടി ഒരു ചാനൽ തുടങ്ങി. ആ വീഡിയോ ആദ്യം അപ്ലോഡ് ചെയ്ത് അന്ന് തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കണ്ട ആൾക്കാർക്ക് മുഴുവൻ സെൻഡ് ചെയ്ത് കൊടുത്ത് കുറച്ചൊക്കെ പേര് സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെ ഒരു 100 സബ്സ്ക്രൈബേഴ്സിനെ അന്ന് തന്നെ ഞാൻ ഉണ്ടാക്കി. എനിക്ക് ലോകം കീഴടക്കി അത്രയും സന്തോഷമായിരുന്നു. നമുക്ക് അറിയില്ല ഇതിനെ പറ്റിയിട്ട്. നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ കുറേ ആൾക്കാർ സംസാരിക്കുന്നു, അവർ ലൈഫ് കാണിക്കുന്നു, മറ്റുള്ള കാര്യങ്ങൾ, ആ ഒരു ഇതിലാണ് നമ്മളും എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ കൂടുതലും ആ സമയത്ത് ബ്യൂട്ടി കണ്ടൻറ്റാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യം നമ്മളുടെ ചാനലിൻ്റെ പേരും ഇതായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു വീഡിയോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ചുമ്മാ വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും, വേറെ പണിയൊന്നും ഇല്ലല്ലോ. പക്ഷേ ഇതിന് നല്ല തംബ്നെയിൽ കൊടുക്കാനറിയില്ല, എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ല. വെറുതെ ഇങ്ങനെ വീഡിയോസൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യും. എന്തെങ്കിലും ഒരു തംബ്നെയിൽ കൊടുക്കും, തംബ്നെയിൽ ഉണ്ടാക്കും, വീഡിയോ എഡിറ്റ് ചെയ്യുന്നില്ല, എല്ലാം കൂട്ടി ഒന്ന് അങ്ങോട്ട് സെറ്റ് ചെയ്യും. പിന്നെ എന്തെങ്കിലും ഒരു തംബ്നെയിൽ, അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, അത് തന്നെ എനിക്ക് സെറ്റ് ചെയ്യാനൊന്നും അറിയില്ല. പിന്നെ അടിയിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതും, വേറെ ഒന്നുമില്ല. ഹാഷ്ടാഗ് ഇടാനറിയില്ല, ടാഗ്സ് കൊടുക്കാനറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനെ ആഴ്ചയിൽ ഒരു വീഡിയോ വെച്ചിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യും. എന്തൊക്കെയോ ഭാഗ്യത്തിലൊരു 100-200 വ്യൂസ് കിട്ടും. കൊള്ളാം. അത് ഇന്ന സമയത്ത് അപ്ലോഡ് ചെയ്യണമെന്നറിയില്ല, എല്ലാതും ഒരു സമയം ഫിക്സ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യണം, അങ്ങനത്തെ ഒന്നും എനിക്കറിയില്ലായില്ല കേട്ടോ. അങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ട് ഇരിക്കുന്ന സമയത്തേക്ക് ഒരു 360 അങ്ങോട്ട് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ എനിക്ക് ആ ഒരു ഫ്ലോ, നമ്മൾ ആ ഡെയിലി ഇടുന്ന ആ ഒരു, ഡെയിലി അല്ല ആഴ്ചയിൽ ഒരെണ്ണമാണ് ഇട്ടേന്ന്. അന്ന് പിന്നെ ഷോർട്സിനൊന്നും ഇത്ര ഇതില്ല, ഷോർട്സ് അങ്ങനെ എല്ലാവരും ഒരുപാട് ഇടുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഷോർട്സിൽ നിന്ന് വരുമാനമൊന്നും കിട്ടാത്ത ഒരു ടൈമായിരുന്നില്ല. ഇപ്പോൾ ഒരു 4 വർഷമൊക്കെ ആയി കാണും ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. ഇങ്ങനെ ഇട്ടിട്ട് എനിക്ക് കുറച്ച് മടിയായി തുടങ്ങി, ആ ഒരു ഇൻട്രസ്റ്റ് പോയി. അങ്ങനെ ഞാൻ പതുക്കെ ആ ചാനൽ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടിരുന്നില്ല, അതായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ ആദ്യം യൂട്യൂബ് തുടങ്ങിയ സമയത്ത് വീഡിയോ ഇടുന്നത് മുഴുവൻ വാട്സപ്പിലുള്ളവർക്കും ഫേസ്ബുക്കിലുള്ളവർക്കും ഒക്കെ അയച്ചു കൊടുക്കും. ഒരു ശല്യം പോലെ ആയിരുന്നു. ഇടുന്ന ദിവസങ്ങളിലെ ലിങ്ക് മൊത്തം എല്ലാവർക്കും അയച്ചു കൊടുക്കും. ശരിക്കും നമ്മൾ 1 അവർ കഴിഞ്ഞിട്ടാണല്ലോ ലിങ്ക് ഷെയർ ചെയ്യാനൊക്കെ പാടുള്ളൂ. അതൊന്നും അറിയില്ല, ഇടുന്നു, സെൻഡ് ചെയ്ത് കൊടുക്കുന്നു, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോ പെട്ടെന്നൊരു ദിവസം സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും ഇടാറില്ല. എനിക്ക് അങ്ങനെ ഒരു ചാനലുള്ള കാര്യം എൻ്റെ ഓർമ്മയിലേ പോയി. ശരിക്കും നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ നമുക്കത് ഇൻട്രസ്റ്റോട് കൂടി ചെയ്യണം, അല്ലെങ്കിൽ അതെന്താണെന്ന് അത്രയും ഡീറ്റെയിൽ അറിഞ്ഞിട്ട് ചെയ്യണം എന്നാണ് കേട്ടോ. ഇനി ഒരു പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹമുള്ള ആൾക്കാർ അതിനെപ്പറ്റിയൊക്കെ ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ അതിനെപ്പറ്റി നല്ല വിവരമാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ ഭാഗ്യത്തിന് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസയൊന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകുന്നില്ല. എൻ്റെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടായിരുന്നു, ആ ഒരു ഫോൺ മാത്രമാണ്, അതിലാണ് എല്ലാം ചെയ്തത്. അതുകൊണ്ട് എനിക്കൊന്നും നഷ്ടമില്ല. പിന്നെ 2.5 കൊല്ലം 2.5 കൊല്ലം ഞാൻ ഒരു വീഡിയോ പോലും അപ്ലോഡ് ചെയ്തില്ല. ചാനൽ അവിടെ ചുമ്മാ കിടന്നുകൊണ്ടിരുന്ന് വാച്ചിങ് അവർ
ആണ്. ആകെ 15% എന്താ പറയുക, വാച്ചിങ് അവർ എനിക്ക് ആകെ 15 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. 4000 വാച്ചിങ് അവർ കണ്ടുകൊടുത്ത് 15 വാച്ചിങ് അവറായിട്ട് സ്റ്റോപ്പായി. പിന്നെ ഞാൻ അതിലൊരു വീഡിയോസ് ഇട്ടിട്ടില്ല. പിന്നെ ഒരു 2.5 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു ഷോർട്സ്, എൻ്റെ അനിയൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോയതിൻ്റെ ഒരു ഷോർട്സ് ജസ്റ്റ് അപ്ലോഡ് ചെയ്തു. ആ സമയമാകുമ്പോഴേക്കും തന്നെ നമ്മുടെ ഷോർട്സൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇമ്പ്രൂവ് ആയി. ഒരുപാട് ആൾക്കാർ ഷോർട്സിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഷോർട്സ് ഇട്ട് പിന്നെ ഒരു കൊല്ലമായിട്ട് ഒരു വിവരം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ചാനൽ ഞാൻ പിന്നെ ഒരുപാട് പ്രാവശ്യം എൻ്റെ ഫോൺ എടുത്തിട്ട് യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ആക്കാനും അതിലുള്ള വീഡിയോസ് ഡിലീറ്റ് ആക്കാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കറക്റ്റായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞ ഈ ചാനൽ ഞാൻ ഡിലീറ്റ് ആക്കായിരുന്നത്. പിന്നെ ഒരു 6 മാസം മുന്നേ ഇതേപോലെ തന്നെ ഒരു ഉൾവിളി പോലെ ഞാൻ അപ്പോഴേക്കും എൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ ഓരോ മോഡൽസൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയൊക്കെ തുടങ്ങിയപ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നിയത്, ഇങ്ങനത്തെ വീഡിയോസ് എനിക്ക് ചെയ്തിട്ടിടാം, ഇങ്ങനെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞാൻ മാറ്റിയിട്ട് പിന്നെ ഞാൻ കൂടുതലും ആദ്യം ടിപ്സുകൾ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ വ്ളോഗാക്കി ഓരോ നമ്മൾ പുറത്തേക്ക് പോകുന്നതും വീട്ടിലെ കാര്യങ്ങളും ഓരോ സാധനങ്ങൾ മേടിക്കുന്നതും മെറ്റീരിയൽസ് വാങ്ങിക്കുന്നതും പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന കുറേയൊക്കെ ഡ്രസ്സിൻ്റെയൊക്കെ വീഡിയോസ്, അങ്ങനെ വ്ളോഗ്, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു 6 മാസമായിട്ട് ഞാൻ ദിവസവും യൂട്യൂബിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി എങ്ങനെയാണ് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് എനിക്ക് അറിയണം പോലെ തന്നെ ഞാൻ മനസ്സിലാക്കി അതിനനുസരിച്ച് കുറേശ്ശെ മാറ്റങ്ങളൊക്കെ വരുത്തി. പിന്നെ എൻ്റെ സംസാര രീതി ഒന്നും ശരിയല്ലാതെ എനിക്കറിയാം. നമ്മൾ ഇങ്ങനെ പഠിച്ച് വരുന്നല്ലേ ഉള്ളൂ, ശരിയാവുമായിരിക്കും അല്ലേ. അങ്ങനെ അതൊക്കെ ചെയ്യും. പിന്നെ എനിക്ക് വീഡിയോസ് ഞാൻ ആദ്യം ഇട്ടത് ഷോർട്സാണ്. ഷോർട്സ് വീഡിയോസ് ദിവസം 2 ആദ്യം ഒരെണ്ണം വെച്ചിട്ടാണ് കേട്ടോ 1 മാസത്തോളം ഇട്ടിരുന്നത്. പക്ഷെ ഇട്ടപ്പോൾ തന്നെ എനിക്ക് ഷോർട്സ് ആയതുകൊണ്ടാണോന്നറിയില്ല വ്യൂസൊക്കെ 1K ഒക്കെ കിട്ടാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് കൊള്ളാം. പിന്നെ ഞാൻ ഡെയിലി 2 ഷോർട്സ് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ലോങ് വീഡിയോ വേണ്ട, ഷോർട്സ് മാത്രം ഇട്ടാൽ മതി എന്നാണ് ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളെ വാച്ചിങ് അവർ കംപ്ലീറ്റ് ആവണമെങ്കിൽ ലോങ് വീഡിയോ ഇട്ടാൽ തന്നെയാണ് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ എന്നും. അപ്പോൾ വീണ്ടും ഞാൻ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ആഴ്ചയിൽ ശരിക്കും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നാണ് പറയുക. പക്ഷെ എനിക്ക് അങ്ങനെ എപ്പോഴും അങ്ങനെ ഡെയിലി ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ 3 അല്ലെങ്കിൽ 4 ഒക്കെ വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങി. എനിക്ക് പെട്ടെന്ന് എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് കൂടി, അതുപോലെ തന്നെ വ്യൂസൊക്കെ കൂടി ഭയങ്കര സന്തോഷമായി കേട്ടോ. ഈ 6 മാസം കൊണ്ട് തന്നെ എൻ്റെ ചാനൽ ഒറ്റയടിക്ക് 2000 സബ്സ്ക്രൈബേഴ്സായി. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം 6 മാസമായിട്ട് 4 കൊല്ലം മുന്നേ തുടങ്ങിയ ചാനൽ 2.5 കൊല്ലത്തോളം ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്യാണ്ട് ഡിലീറ്റ് ആക്കാൻ വെച്ചിരുന്ന ചാനലിൻ്റെ പേര് മാറ്റുന്നതും പിന്നെ ഞാൻ അതിൽ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ഈ 300 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു എൻ്റെ ചാനൽ. പെട്ടെന്ന് തന്നെ 2000K ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ എന്ത് സന്തോഷം വേണം. പക്ഷെ എൻ്റെ വാച്ചിങ് അവർ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ എല്ലാവരുടെ സംശയമാണ്, നമ്മുടെ ഫ്രണ്ട്സും അതുപോലെ റിലേറ്റീവ്സും പുറത്തുള്ളവരും എന്നെ അറിയുന്നവരൊക്കെ ചോദിക്കാറുണ്ട്, യൂട്യൂബ് വീഡിയോസൊക്കെ കാണാറുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ കഴിഞ്ഞല്ലോ, പൈസ കിട്ടി തുടങ്ങിയില്ല. അപ്പോൾ ഞാൻ പറയില്ല, വാച്ചിങ് അവർ എൻ്റെ കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനിയും കുറച്ചും കൂടെ ഉണ്ട് എന്ന് പറയും. അപ്പോൾ ചിലർക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ, വെറുതെ പറയല്ലേ നീ പൈസ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അല്ല, എൻ്റെ വാച്ചിങ് അവർ കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ആകാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സന്തോഷം. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ചാനലിൽ ഞാൻ വീണ്ടും ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ വീണ്ടും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യും, എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കിട്ടുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം ഞാൻ ഒട്ടും വിചാരിക്കാണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എനിക്കതെങ്ങനെ എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കണം എന്നറിയില്ല. അപ്പോൾ വേഗം തന്നെ മോണിറ്റൈസേഷൻ ആവട്ടെ എന്നാണ് എൻ്റെ ഏറ്റവും വലിയ അടുത്ത ആഗ്രഹം. അപ്പോൾ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ പിന്നെയും പറയാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉള്ള സംശയമാണ്, ഇപ്പോൾ
ഞാൻ പറഞ്ഞത് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല, എനിക്ക് വരുമാനം കിട്ടി തുടങ്ങിയിട്ടും ഇല്ല കേട്ടോ. പക്ഷെ നമ്മുടെ ചാനലിങ്ങനെ പതുക്കെ ഗ്രോ ചെയ്ത് വരുന്നുണ്ട്, അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു യൂട്യൂബ് ജേർണി. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളതിനെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.